ഇസ്രയേലിലെ ശത്രുക്കൾക്ക് വലിയ കഷ്ടകാലമാണല്ലോ. ഹമാസിൻ്റെ രാഷ്ട്രീയ മേധാവി കൊല്ലപ്പെട്ടു. അതുകൂടാതെ ഹിസ്ബുള്ളയുടെ കമാൻഡറായിട്ടുള്ള ഫോത്ത് ഷുക്കൂർ അയാളെയും ഇസ്രയേൽ കൊലപ്പെടുത്തി എന്ന് പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇത് ചൊവ്വാഴ്ച വൈകിട്ട് 7:40 ആ സമയത്താണ് എയർ സ്ട്രൈക്ക് ലെബനനിൽ നടക്കുന്നത്. ആ സമയത്ത് ഈ ഹിസ്ബുള്ളയുടെ ഷൂറ കൗൺസിൽ കൗൺസിൽ നടക്കുന്ന ഹാരറ്റ് ഹ്രൈക്ക് എന്ന് പറഞ്ഞ തെക്കൻ ലെബനനിലെ സ്ഥലത്താണ് ഈ ഷൂറ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വ്യോമാക്രമണം നടക്കുന്നത്. അപ്പോൾ രാത്രി 7:30 ഹിസ്ബുള്ള തലവനെ കൊന്നു, പുലർച്ചെ ഹമാസിന്റെ തലവനെ കൊന്നു. അതെ, അതൊക്കെ ശരിക്കും ആസൂത്രണം ചെയ്ത്, മാത്രമല്ല ഇത്തരം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. ഈ സ്ഥലത്ത് ആളുകളുണ്ട് എന്ന് ടാർഗറ്റ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം അല്ലാതെ 3 പൗരന്മാരും, അതായത് മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2 കുട്ടികൾ ആണ് ആ 3 പേരിൽ വരുന്നത്. 74 പേർക്ക് പരിക്കേറ്റതായിട്ട് അവർ തന്നെ പറയുന്നത്. സ്ഥലത്തേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. അതെ, ഇത് 12 പേരെ ശനിയാഴ്ച കൊന്ന ആക്രമണം ഉണ്ടല്ലോ ഹിസ്ബുല്ല. 10-16 വയസ്സ് പ്രായമുള്ള കുട്ടികൾ അവിടെ ദ്രൂസ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവിടെ ഫുട്ബോൾ മൈതാനം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹിസ്ബുള്ള ആക്രമിച്ച് മിസൈൽ വന്നുകൊണ്ട് അവർ മരിച്ചത്. അതെ, അപ്പോൾ അതിന് പകരം വീട്ടിയതാണ് ഇത്. ഇയാളാണ് ഈ ഫൗദ് ഷുക്കൂർ. ഇയാളാണ് മറ്റേ പട്ടാള കാര്യങ്ങൾ നോക്കുന്ന ആളെന്നിലേക്ക് അതിൻ്റെ സൂത്രധാരൻ എന്നുള്ള വിവരം വെച്ചിട്ടാണ്. എന്നാൽ പിന്നെ അയാളെ ശരിപ്പെടുത്തി കളയാം, അയാൾ ഈ ഭൂമുഖത്ത് വേണ്ട, നീ എന്തെങ്കിലും ചെയ്താൽ നിന്റെ അപ്പനെ അടിക്കും എന്ന് പറയുന്ന ലൈനാണ്. അതാണ് അത് അവർ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിയെ ഞങ്ങൾ ശരിയാക്കിയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ ഷുക്കൂർ ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറൽ, അതിൻ്റെ മേധാവിയായിട്ടുള്ള ഹസൻ നസറുള്ളയുടെ വലം കൈയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അയാളാണ് ഇനി അടുത്ത നേതാവാവേണ്ട ആള്. ഇയാൾ ഒരുപാട് കുഴപ്പങ്ങളും മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അതാണല്ലോ യോഗ്യത. അതായത് 1983 ബെയ്റൂട്ടിൽ ഫ്രഞ്ച് ഭടന്മാരും അമേരിക്കൻ ഭടന്മാരും താവളം അടിച്ചിരുന്ന ബാരക്കിൽ ആക്രമണം നടത്തിയതിൻ്റെ സൂത്രധാരൻ ഇയാളായിരുന്നു. 300 ഭടന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടത് 1983. അപ്പോൾ ഇയാളുടെ ഒരു വിളിപ്പേരുണ്ട്, അൽ ഹജ്ജ് മുഹസിൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഷുക്കൂർ. അവരുടെയൊക്കെ സംഘടനയുടെ കത്തൊക്കെ. ഇയാൾ കൊല്ലപ്പെട്ടതായ കാര്യം ഹിസ്ബുല്ല ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല, ഇസ്രയേലും. പക്ഷെ ആക്രമണം നടത്തി ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷുക്കൂർ ഈ ഹസൻ നസ്രയുടെ വലം കൈ എന്നുള്ള നിലയ്ക്ക് ആണ് ഈ ഹെസ്ബുള്ള കമാൻഡർ മുസ്തഫ ബദ്രുദ്ദീൻ 2016 കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ ചുമതലകൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂതി എന്നൊക്കെ പറയുന്നത് ഒരു ഷിയ ഗ്രൂപ്പല്ലേ? ഈ ഹിസ്ബുള്ള ഷിയ ഗ്രൂപ്പാണ്, ഹമാസ് സുന്നി ഗ്രൂപ്പാണ്. അതെ അതെ, ഇവർ തമ്മിൽ ജന്മനാബദ്ധ വൈരികളുമാണ്, വളരെ ശത്രുതയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഇമാം അലിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഷിയാകള്. ഇപ്പൊ ഈ പലസ്തീൻ പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഇസ്രായേലിനെതിരെ ഇവര് ഒരേപോലെ പ്രതികരിക്കുന്നത്. അതെ, അത് മുതലാളി വേണ്ട കാര്യങ്ങൾ ചെയ്യാണ്, പൈസ കൊടുക്കുന്ന ആള് പറയുന്ന പോലെ. മാത്രമല്ല ഇതൊരു പട്ടാളമൊന്നുമല്ലോ, തീവ്രവാദ ഗ്രൂപ്പ് മാത്രമല്ലേ ഹൂതി ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്നത്. അതെ, മാത്രമല്ല ഈ ഷിയ ഇറാന് വേറൊരു തോന്നൽ ഉണ്ടാവാം, സുന്നികളെ എങ്ങനെയായാലും ഇസ്രായേലിനോട് അടിച്ചു മരിച്ചോട്ടെ എന്നും വിചാരിക്കുന്നുണ്ടാവും. നമ്മളൊരു മിസൈൽ വിട്ടാൽ ശത്രുവാണല്ലോ, നമ്മൾ ഇസ്രായേലിനെതിരെ ഒരു മിസൈൽ വിട്ടാൽ ഇവർ കയറി പലസ്തീൻകാരെ അടിച്ചോളും, അപ്പോൾ സുന്നികളും മരിച്ചോളും എന്നാണ് ഇറാൻ കരുതുന്നത് അതിൻ്റെ അകത്ത്.
ഇയാളുടെ തലയിൽ അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് $5 മില്യൺ തലയ്ക്ക് വില കൽപ്പിച്ചിട്ടുണ്ട്. അത് 1983 ആ ബെയ്റൂട്ടിലെ ആ ബാരക്സിലെ ആക്രമണങ്ങൾക്ക് ശേഷമാണ് അത് ചെയ്തത്. ഈ വളരെ അനുഭവസമ്പന്നനായ ഈ പട്ടാള പരിപാടികളിലൊക്കെ അനുഭവസമ്പന്നനായ ആളാണ് ഇയാളെന്ന് റിട്ടയേർഡ് ഇസ്രേലി ബ്രിഗേഡിയർ അസാഫ് ഒറിയോൺ പറയുന്നുണ്ട്. ഇയാൾക്ക് ഈ പ്രിസിഷൻ ഗൈഡഡ് മിസൈൽസിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ, മിസൈൽ ഓപ്പറേഷനുകൾ കൃത്യതയുള്ളത്, ഗൈഡഡ് നിയന്ത്രിതം, ഇന്നടുത്ത് പോയി ഇന്നത് ചെയ്തിട്ട് വാ എന്ന് മിസൈൽ, അത്തരം മിസൈലുകളിൽ കാര്യങ്ങളിൽ വിദഗ്ധനാണ് ഇയാൾ. ഇയാൾ ഹിസ്ബുള്ളയായിട്ട് ബന്ധപ്പെട്ട പല നാഴികക്കല്ലുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഇയാൾ അതിൻ്റെ ഈ വൃത്തികെട്ട ചരിത്രം ഒക്കെ രചിച്ചവരിൽ ഒരാളാണ് എന്നും പറയുന്നുണ്ട്. ആ പഴയ നേതാക്കളിൽ പെടുന്ന ഇപ്പോഴും ജീവിക്കുന്ന ഒരാൾ. തെക്കൻ ലെബനനിൽ 2000 ഇസ്രായേൽ തെക്കൻ ലെബനനിൽ നിന്ന് വിത്ത്ഡ്രോ ചെയ്ത ശേഷം അവിടെ ഹിസ്ബുള്ള നടത്തുന്ന എല്ലാ ഈ ഭീകര പ്രവൃത്തികളും ഇയാളുടെ മേൽനോട്ടത്തിലാണ് നടന്നിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സിറിയയിൽ ഇയാൾ പോയി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. പട്ടാള മേധാവി സ്ഥാനത്താണ് ഇയാളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, കഥ കഴിഞ്ഞു. അവര് സമ്മതിക്കുന്നില്ല എങ്കിലും എങ്ങനെയായാലും സമ്മതിക്കുന്നില്ല. അല്ല, അവര് കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ആ കെട്ടിടം നിലനിൽക്കുന്നില്ല. ഇവര് ശൂര കൗൺസിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കെട്ടിടമൊന്നും അവിടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ആയിപ്പോയി. അതെ, അതായിപ്പോയി. ഇതിപ്പോൾ ബെയ്റൂട്ട് വളരെ പ്രധാനപ്പെട്ട ഈ ലെബനൻ ഒരു യുദ്ധ മുഖം ആയി മാറിക്കഴിഞ്ഞു. അല്ല, ഇസ്രയേലിൻ്റെയും പലസ്തീൻ്റെയും ഭൂമികളിൽ നിന്ന് യുദ്ധം പതിയെ വ്യാപിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇറാൻ ഒരു പോർമുഖം തുറന്നു കഴിഞ്ഞു. ഇറാനിൽ നേരിട്ടുള്ള ആക്രമണം നടന്നു കഴിഞ്ഞു. അതെ. അത് മാത്രമല്ല, അവരുടെ ഗസ്റ്റിനെയാണ് കൊന്നത്. അപ്പോൾ ഇറാനിൽ ഉത്തരവാദിത്വമുണ്ട്. ഹമാസിന്റെ നേതാവിനെ സംരക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ പറ്റിയില്ല. അതും പറ്റിയില്ല. അത് ആര് കൊന്നു എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം ഇല്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇറാനിലേക്ക് യുദ്ധം വ്യാപിക്കുകയാണ്. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഈ വെടിനിർത്തൽ അമേരിക്ക ബ്രോക്കർ ചെയ്ത ഒരു സീസ് ഫയർ ഉണ്ടല്ലോ, അമേരിക്കൻ ഇടനിലയിലൊക്കെ വന്ന വെടിനിർത്തൽ, അതിനോട് ഇസ്രയേലിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചൈന കൊണ്ട് ബലമായി ഒരു കരാർ ഒപ്പിടിപ്പിച്ചു. അതിനോട് അമേരിക്കയ്ക്കും താല്പര്യമില്ല. ചൈന 14 ഗ്രൂപ്പുകളെ വിളിച്ചു ഹമാസിൽ നിന്ന്, ഫത്ത ഉൾപ്പെടെ, ഹമാസിന്റെ ശത്രുക്കളായ. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു കടലാസിൽ ഒപ്പിട്ടു. അത് അമേരിക്കയ്ക്ക് താല്പര്യം അതിലുണ്ടായിരുന്നില്ല. ചൈന ഒരു സമാധാന ശ്രമം മിഡിൽ ഈസ്റ്റിൽ നടത്തുന്നതിൽ, കാരണം മിഡിൽ ഈസ്റ്റ് നേരത്തെ സൗദിയും ഇറാനെയും കൂടി സംസാരിപ്പിച്ചിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഞെളിഞ്ഞു നടക്കുമ്പോഴാണ് ഈ ആക്രമണങ്ങൾ, ഒക്ടോബർ 7 ആക്രമണം നടന്നത്. അത് അലസിപ്പോയി. ഈ വെടിനിർത്തൽ ഇനി നടക്കുന്നില്ല. പലസ്തീൻ തുടച്ചു നീക്കപ്പെടും മാപ്പിൽ നിന്ന്. ഗസയിൽ നിന്നെങ്കിലും സമ്പൂർണ്ണമായി അവരെ ഒഴിവാക്കുക എന്നുള്ള പോളിസിയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഏതായാലും യുദ്ധം ഇന്നും നാളെയും മറ്റന്നാളും തീരാൻ പോകുന്നില്ല. ലെബനന്റെ ഭാഗത്തുള്ള ഈ ഗോലാൻ കുന്നുകൾ മുമ്പത്തെ 6 ഡേ വാറിൽ 1976 യുദ്ധത്തിൽ പിടിച്ചതാണ് ഇസ്രയേൽ. അത് കഴിഞ്ഞിട്ട് 1981 അവര് ഗോലാൻ കുന്നുകളുടെ ബിൽ അവതരിപ്പിച്ചു, അവരുടെ പരമാധികാര സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട്. അത് ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ആ ബില്ലൊക്കെ അംഗീകരിച്ചത്. അപ്പോൾ ഈ ഗോലാൻ കുന്നിൽ അവിടെ ഇസ്രയേൽ സേനയൊക്കെ ഉണ്ട്. അവിടെ 50% അറബികളാണ്. പക്ഷെ ഒരു പ്രത്യേക തരം അറബ് വർഗമാണ് അവിടെ ഉള്ളത്. അവർ തമ്മിൽ വിവാഹമൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ അപ്പോൾ ബാക്കി ഇസ്രയേലികളുമാണ്. അപ്പോൾ ഗോലാൻ കുന്നിൽ ലെബനൻ്റെ അടുത്ത് സിറിയയുടെയൊക്കെ അയലത്തുമൊക്കെ ഒരു താവളം ഇസ്രയേലിന് ഓൾറെഡി ഉണ്ട്. അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അതെ. ഏതായാലും യുദ്ധം ഉടനൊന്നും തീരില്ല എന്ന് പറഞ്ഞ് വീണ്ടും നമുക്കിതേക്കുറിച്ച് സംസാരിക്കാം എന്നുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം.